ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? എത്ര കറികളുണ്ടെങ്കിലും ആ സൈഡിൽ കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? അപ്പോൾ എന്നും ചമ്മന്തി അരക്കാൻ വയ്യ, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സമയമില്ല എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും സേവ് ചെയ്ത് വെച്ചോളാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തോളാം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തിപ്പൊടികൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ചെമ്മീൻ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുപോലെ ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ചമ്മന്തിപ്പൊടികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങളിൽ പലവരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഉണ്ടാക്കാത്തവരാണെങ്കിൽ വേഗം ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസ് മതി. അതിലേക്കൊന്ന് കായം പറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മളതൊന്ന് കായം പറ്റി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനതൊന്ന് കായം പറ്റി വെക്കണത്. അപ്പം നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ വെച്ച് കഴിക്കുന്ന ദിവസങ്ങളിൽ മീനോ ഉണക്കമീനോ അങ്ങനെ ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടും. ഇതുണ്ടാക്കി വെച്ചാൽ മതി. 2-3 മാസമൊക്കെ സുഖമായിട്ട് ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. നമുക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാം. അതുപോലെ ഗൾഫിൽക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കായം പറ്റിയിട്ട് ഇനി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് ചുവന്നുള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ ചെറിയൊരു പീസ് മതി കേട്ടോ. ഇഞ്ചിയുടെ കൂടുതൽ കുത്തൊന്നും വരരുത്. അപ്പോൾ അതാ ഇത്ര പോകുന്നൊരു പീസ് മതി. അപ്പോൾ അതാ ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വെളുത്തുള്ളിയിൽ നിന്നും ഇതിൽ നിന്നൊരു 7-8 ചോളം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് വേണ്ട നാളികേരം. ഇത് ഇങ്ങനത്തെ ഒരു കൊപ്രായ ഒരു സൈസ് ഉണ്ടല്ലോ, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാറി പോവരുത്, എന്നാൽ നല്ല കൊപ്രായിട്ട് കിട്ടും വേണം. അപ്പോൾ അങ്ങനത്തതാണ്. ഒരു മണമൊക്കെ വരുന്ന ഒരു കൊപ്ര ഉണ്ടല്ലോ, അത് എടുക്കരുത് കേട്ടോ. വെള്ളം വറ്റിയ തേങ്ങ ആയാലും കുഴപ്പമില്ല, ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ സാധാ തേങ്ങ കൊണ്ട് എടുക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. കണ്ടില്ല, ഇതാണെങ്കിൽ ഒരു മണമൊന്നും വന്നിട്ടില്ല, എന്നതിലത്തെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നാളികേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചിരവി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ചെറിയ ജാറില്ല, അതിലൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല തേങ്ങ ചിരവിയ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ആ നാളികേരമൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തികയാത്ത കാരണം കുറച്ചും കൂടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ വെള്ളം വറ്റിയതായിരുന്നു, എന്നാൽ ചിരകി എടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി തൊലിയിരിക്കാൻ വേണ്ടിയിട്ട് മടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമ്പോൾ തൊലി കളഞ്ഞു തരും. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉണക്കമുളക് വേണം. ഞാനൊരു 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എരിവിന് ആവശ്യത്തിനുള്ളത്. പിന്നെ 12 ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയില്ലേ, അത് 12 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിച്ച ഇഞ്ചി, അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ഇല്ലി വെളുത്തുള്ളി. ഇത് നടുമുറിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്ത കാരണമാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് മതി. പിന്നെ കുരുമുളക്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതൊരു കുത്തണ മണം വരും. പിന്നെ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഞാൻ കുറച്ച് തന്നെ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പുളി, ഒരു പുളിക്കുള്ള ആവശ്യത്തിനുള്ള പുളി മതി, അല്ലാണ്ട് നല്ല പുളി വേണ്ട. ഇനി നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എടുത്തോളൂ. പക്ഷേ ചിക്കൻ ചമ്മന്തി ആണല്ലോ, അപ്പോൾ നമുക്ക് നല്ല പുളി വേണ്ട, ചെറുതായിട്ടൊരു പുളി മതി. അപ്പോൾ അതിനുള്ള നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, സാമ്പാർ പുളി, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ചുവന്നുള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കുമ്പോൾ വേഗം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളകിൻ്റെ തോക്കൊന്ന് കളയുക, തോക്കാൻ തന്നെയല്ലേ പറയുക. അപ്പോൾ ഉമ്മക്കത് പൊടിപ്പിക്കുന്ന സമയത്ത് പറയട്ടെ, അത് അതിൻ്റെ തോക്ക കളയരുത്, കളഞ്ഞാൽ അതിൻ്റെ എരിവ് കുറയും എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആ തോക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു ചമ്മന്തി പൊടിക്ക് അത്യാവശ്യത്തിന് എരിവ് വേണം കേട്ടോ. അപ്പോൾ എനിക്ക് എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 12 എടുത്തത്. നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇടിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചെറുതാക്കിയിട്ട് അരിയാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ട് ഇട്ടോളൂ. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ എങ്ങനെ കറക്കിയെടുത്താലും ഒന്നത് നന്നായി അരഞ്ഞു വരും. അപ്പോൾ അത് വേണ്ട, ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതും എടുക്കുക. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നെങ്കിൽ ചമ്മന്തിയിൽ ഇടണ്ട കേട്ടോ. ഇത് ചിക്കൻ ചമ്മന്തി ആയ കാരണം ഇതും കൂടി ഒന്ന് ഇടുമ്പോൾ ഒന്നും കൂടി രുചി കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഓയിലാണ്, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കരുത് കേട്ടോ. ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കണം. നമുക്ക് കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ, അപ്പോൾ അത് കാരണം ഓയിലിൽ തന്നെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ചിക്കന് നമ്മൾ 2 ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായി മൊരിയിപ്പിച്ചെടുക്കണ്ട, എന്നാൽ വേവും വേണം, അങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കായം പറ്റിയിട്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കനൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഓയിൽ നമ്മളിനി എടുക്കണില്ല, അപ്പോൾ അത് കാരണം കുറച്ച് തന്നെ മതി. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിക്കട്ടിയുള്ള ഒരു ചട്ടി വെക്കുക. അത് ഉരുളി ആയാലും എന്തായാലും കുഴപ്പമില്ല, ഏതായാലും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കഴുകിയ മുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമ്മൾ ചമ്മന്തിക്കൊക്കെ മൊരിയിപ്പിച്ചെടുക്കില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാളികേരം വറക്കണ സമയത്ത് ഇതൊന്ന് വറുത്തെടുക്കുമ്പോഴും അപ്പോഴും ആയി വരും. പക്ഷേ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിയിപ്പിച്ചെടുക്കുമ്പോൾ ഈ മുളകിന് പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണമാണ് വെളിച്ചെണ്ണയിലൊന്ന് മൊരിയിപ്പിച്ചിട്ട് എടുക്കുന്നത്.
മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കണം. നമ്മളിതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. എരിവിനായിട്ട് മുളകും പിന്നെ അതുപോലെ കുരുമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ കൂടുതൽ ഈ സമയത്ത് തന്നെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ടല്ലോ, ആ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ആ ഒരു പച്ചമണം മാറുമല്ലോ വെളുത്തുള്ളിയുടെ ഇഞ്ചി, അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം അതുപോലെ വേപ്പിൻ്റെ ഇലയും കൂടി ഉണ്ടല്ലോ, കറിവേപ്പിൻ്റെ ഇല, അപ്പോൾ അതും കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്തായാലും സ്റ്റവിൻ്റെ അവിടെ നിന്നിട്ട് കൈ എടുക്കാതെ വറുത്തും കൊണ്ടിരിക്കണം. നാളികേരമാണ്, പെട്ടെന്ന് കരിഞ്ഞ് പോവും. ഇളക്കാതിരുന്ന ഒരു സൈഡ് മാത്രം മുരിഞ്ഞ് കരിഞ്ഞ് അങ്ങോട്ട് പോവും, ഒരു സൈഡ് ഒന്നും ആവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ശേഷം ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചീത്താവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കുറക്കാം. പക്ഷേ ഉള്ളിയും കൂടി ഇട്ടാലാണ് ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുക. അത് കാരണം ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ ഉള്ളി ഇടുന്ന കാരണമാണ് കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഉള്ളി ഇട്ട് കൊടുത്താലാണ് നമുക്ക് ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു രുചി കൂടുതലായിട്ട് കിട്ടുള്ളൂ. അത് കാരണമാണ് ഞാൻ ചെറുള്ളി ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറുള്ളിയുടെ പോലെ സബോളൊന്നും ഇടരുത് കേട്ടോ, നമുക്ക് ചെറുള്ളി തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ചട്ടകമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അടി തട്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ മുന്നേ മാറ്റി വെച്ച പുളി ഉണ്ടല്ലോ, ഒരു നെല്ലിക്ക വലിപ്പം, അത്ര നെല്ലിക്കയുടെ വലിപ്പമില്ല, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു ചമ്മന്തിയിൽ പുളി കുറവായിട്ട് കൂട്ടാനാണ് ഇഷ്ടം. അത് കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ടോളൂ. എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ പിന്നെ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയില്ല, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ നോക്കാമല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തിക്ക് കുറച്ച് ഉപ്പൊന്ന് മുൻതൂക്കം നിൽക്കണം അല്ലേ. അപ്പോൾ അത് കാരണം അതിനാവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഉപ്പും പുളി എല്ലാം കൂടി നമ്മൾ ഇതിൽ കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഈ നാളികേരത്തിൻ്റെ കൂടെ. നിങ്ങളിത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അരമുറി നാളികേരം കൊണ്ട് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ 2 നാളികേരമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കണക്കുകൾ പറഞ്ഞു തരാത്തത്. ഞാനിത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേ ഉണ്ടാക്കിയിട്ട് ആർക്കും ഇഷ്ടമാവാതെ ആ സാധനം കളയണേക്കാട്ടി നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒരു അരമുറിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചധികമൊക്കെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 തേങ്ങയുടെ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മുളക് ഇതാ കൈ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുത്താൽ കാരണം കൈ കൊണ്ട് ഇത് അതുപോലെ പൊടിച്ചങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ആക്കി ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി കൈയൊക്കെ എരിയുമെന്നുള്ളവരാണെങ്കിൽ വേണ്ട കേട്ടോ, നമുക്ക് മിക്സർ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ അധികം പണിയൊന്നുമില്ലല്ലോ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നമ്മൾ നല്ല കനമുള്ള ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഉരുളി അങ്ങനെ പോലത്തെ എടുക്കുക. പിന്നെ നാളികേരം കരിയാതെ നോക്കുക, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അധികം വലിയ പണികളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനോ ബിരിയാണിക്കൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഒരു 3-4 പീസ് മാറ്റി വെച്ചാൽ മതിയല്ലോ. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ പൊരിച്ച ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് ഓഫാക്കി ഇടാം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കിനി വേവിക്കാനോ പൊരിക്കാനോ ഒന്നുമില്ല. നമ്മുടെ ചമ്മന്തിയുടെ 3/4 ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഇതിൽ നമ്മൾ ഒരു ജീരകങ്ങളും ഇട്ടിട്ടില്ല, അതുപോലെ ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനെയുള്ള ഒരു സാധനവും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇടരുത്. അതൊക്കെ ഇട്ടാൽ നമുക്ക് ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിയിട്ട് നമുക്ക് ചിക്കൻ കറിയുടെയും അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടിയാണല്ലോ വേണ്ടത്. അത് കാരണം ഞാൻ ഈ ഒരു സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. എന്താ അപ്പോഴേക്കും നമ്മുടെ ഈ നാളികേരക്കൂട്ടൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം കൂട്ടരുത്, പൊടിച്ചെടുക്കേ വേണ്ടത്. നമ്മൾ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കൊന്ന് പൊടിഞ്ഞ് വരും. വറുത്തതാണല്ലോ, നല്ല ചൂടാറിയതിൻ്റെ ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ആ ചൂടോടക്കനെ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അത് എണ്ണമയമായിട്ട് വരും. അപ്പോൾ ഇത് ഞാനൊന്ന് കൊണ്ടുപോയി പൊടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പൊടിച്ച് വന്നേക്കുന്നത്. നല്ല എന്താ പറയുക, നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. നമുക്ക് ചമ്മന്തിയാണ്, തരിപ്പ് വേണം. അപ്പോൾ അതിൽ ഇത് കണ്ടില്ലേ, ഇതുപോലെ മുളകിൻ്റെ ഒക്കെ കാണും വേണം, എന്നാൽ നമുക്ക് അരഞ്ഞ് വരും വേണം. അതുപോലെ ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരക്കല്ല, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ആദ്യത്തേത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അതും ഇതും കൂടി വ്യത്യാസമുള്ള, ഇതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അത് പുറത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 10 മണിക്ക് കഞ്ഞി കുടിക്കണവരൊക്കെ ആണെങ്കിൽ, അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. അതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. വെളിച്ചെണ്ണ പോലും ചാലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ ചോറിലേക്ക് ഇട്ടിട്ട് ചോറ് കഴിക്കുക. അപ്പോൾ ബാക്കിയുള്ള ചമ്മന്തിയും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ചമ്മന്തിപ്പൊടി കിട്ടുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടാവൂലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് പറയണേ. അപ്പം ഇനി ഗൾഫിൽ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണവരൊക്കെ ആണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത്ര പെട്ടെന്നൊന്നും പുറത്ത് വെച്ച നാശാവില്ല.
എന്നാലും നമ്മുടെ ഒരു ധൈര്യത്തിന് അവരത് ഫ്രിഡ്ജിൽ വെച്ചോളാൻ പറയും. അപ്പോൾ ഇതാ ഞാനൊരു ബോട്ടിലാണ് ആക്കി വെക്കണത് കേട്ടോ. അപ്പോൾ തുടച്ച് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമല്ലോ. ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഒരു ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ചിക്കൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുക. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. അതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നാളികേരമൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ചമ്മന്തി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് കഴിക്കണം. ഇതാകുമ്പോൾ കുറച്ച് നേരം നിന്ന് ഉണ്ടാക്കിയാലും കുറേ ദിവസം കഴിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും 2 ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. അതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.